വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, വിഷു ദിനത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് നമ്മളത് ടേക്കപ്പ് ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു എന്താ പറയാ, അത് ന്യായീകരിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ എന്താ പറയാ ഒരു വണ്ടർ യഥാർത്ഥത്തിൽ. അതിനെ ന്യായീകരിക്കുന്ന പല ആൾക്കാരും പക്ഷേ ഇതേ ഒരു സംഭവം അപ്പുറത്തെ നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കില്ല. അതിനെ അവർ അപലപിക്കും. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയും. ഇവരെ എന്തുകൊണ്ട് നമ്മൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയും. അവർ ന്യൂനപക്ഷമാണ്, അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയും. അവർക്ക് ഈ നാട്ടിൽ സ്വസ്ഥതയില്ല എന്ന് പറയും. അവരെ ഈ നാട്ടിൽ വെട്ടി നുറുക്കാനായി ആൾക്കാർ പതിയിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. ഞാൻ നോക്കിയപ്പോ ഒരു കൃഷ്ണൻ ഒരു ചിക്കന്റെ മന്തി നോക്കി ഇങ്ങനെ കൊതിയോടെ ഇരിക്കുന്നു. സാധാരണ ഞാനൊക്കെ കുഞ്ഞിന്റെ മുതൽ കണ്ടിട്ടുള്ളത് ഈ വെണ്ണ നോക്കി കൊതിയോടെ ഇരിക്കുന്ന കൃഷ്ണനെയാണ്. ഇത് ആദ്യമായിട്ടാണ് ചിക്കന്റെ മന്തി നോക്കി കൊതിയോടെ ഇരിക്കുന്ന കൃഷ്ണനെ ഞാൻ കാണുന്നത്. പിന്നെ ഈ വിഷയം ഞാൻ ആദ്യം ഈ വാർത്തകളിലൂടെയാണ് കണ്ടത്, ഈ ഉണ്ണിക്കണ്ണൻ മന്തി എന്നൊക്കെ. ഞാൻ അപ്പൊ വിചാരിച്ചു എന്തായിരിക്കും ഈ സംഭവം. ഞാൻ വാർത്ത വായിക്കാനില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വല്ല DYFIക്കാരും വിഷുദിനത്തിൽ എവിടെയെങ്കിലും മന്തി വല്ലോ വിളമ്പിയായിരിക്കും. അതാണല്ലോ അവരുടെ പരിപാടി എന്ന് പറയുന്നത്. ഈ വിഷുദിനത്തിൽ മന്തി വിളമ്പുക, പിന്നെ ശിവരാത്രിക്ക് ബീഫ് വിളമ്പുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ട് അവര് നവോത്ഥാനം, പുരോഗമനവാദം എന്നൊക്കെ പറയാം. അതുപോലെ സ്വാഭാവികം. പക്ഷെ ഇതല്ല, ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ മെഹർ മന്തി എന്ന് പറയുന്ന ആ ചേർത്തലയുള്ള ആ ഒരു സ്ഥാപനം മാത്രമല്ല, 2 എണ്ണമല്ല, 3 എണ്ണമല്ല, 4 എണ്ണമല്ല, 5 എണ്ണമല്ല, ഒരേ സമയം 6 സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ വലിയൊരു നിഗൂഢത ഉണ്ട് എന്ന് മാത്രമല്ല, സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്നിട്ടും പല ആൾക്കാരും എന്ന് പറയുകയാണ് ഇത് അങ്ങനെയല്ല, ഇത് അവർക്ക് തെറ്റുപറ്റിയതാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് വന്ന് പറയാണ്. ചില ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ, ഈ ആലപ്പുഴയിൽ തന്നെയുള്ള ചില ഉസ്താദുമാരൊക്കെ വന്ന് ഇത് പറയാണ്, അയ്യോ അവർക്ക് തെറ്റുപറ്റി, നിങ്ങൾ ക്ഷമിക്കൂ. എന്നിട്ട് അവരെ അങ്ങ് എന്താ പറയാ, അവരെ അങ്ങ് വിമർശിക്കുകയാണ്. നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു, അവര് നമ്മളെ സഹോദരങ്ങളാണ്, മറ്റതാണ് മറിച്ചതാണ്. പക്ഷെ ഇവൻ അവരെ വിമർശിക്കുമ്പോഴും ഇവന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇവൻ തിരിച്ചൊരു മൊന ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കും. എന്നിട്ട് ഇവൻ പറയും, നിങ്ങൾക്ക് നമ്മുടെ ജീവിക്കുന്ന ഈ കാലഘട്ടം അറിയാലോ, പല ആൾക്കാരും ഇത് മുതലെടുക്കാൻ കാത്തിരിക്കുകയാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ഈ കാലഘട്ടമാണ് ഇയാൾക്ക് പ്രശ്നം. പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ത് വേണമെങ്കിലും പറയാം. അന്നത്തെ പോലെ അല്ല, ഇന്ന് ഇങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. അന്നാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇവര് സ്ട്രോങ് ആണ്. ഇന്ന് ഇതുപോലെയൊക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ ആടിപ്പാഴ്സലാണ് എന്നുള്ള രീതിയിലാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. പണ്ടത്തെ കാലത്ത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും പറയാം, നമ്മൾ തിരിച്ചൊന്നും പറയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നമ്മളെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. പണ്ടത്തെ കാലത്ത് ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വെട്ടും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വെട്ടാൻ പറ്റില്ല. കാരണം മുകളിൽ NIA, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഏജൻസികൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണോ? ഇതെന്താണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്? ഇത് എവിടെ കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്യും? ഇത് നമ്മൾ അവർക്കുണ്ടായ ഒരു യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു എന്താ പറയാ, ഇതൊരു യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പ്ലേസ് ചെയ്യോ, അതായത് ആസൂത്രിതമായിട്ടുള്ള നീക്കമായിട്ട് പ്ലേസ് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ തന്നെയും എന്തിനാണ് ഇവർ ചെയ്തത്, ഇതിങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത്. എന്തിന് ചെയ്തു? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ ഞാൻ ഈ വിഷുവിന്റെ കേസിൽ തന്നെ എടുക്കാം. ധനുഷ്, ഈ മന്തി എന്നുള്ള ഈ ഭക്ഷണ പദാർത്ഥം കേട്ടു തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? മിനിമം ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? വളരെ കുറച്ച് നാൾ. എന്നാലും ഒരു 5 വർഷം നമുക്ക് പിടിക്കാം. ഈ വിഷു കേൾക്കാൻ തുടങ്ങിയത് എന്ന് പോലെ ജനിച്ച കാലം പോലെ കേൾക്കുന്നില്ലേ? ഇപ്പൊ വിഷുവും മന്തിയും ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ഭഗവാൻ മന്തി കഴിക്കുന്ന ഒരു പടം ആരെങ്കിലും വിട്ടിരുന്നോ? ഇല്ല. ഇപ്പോൾ എന്തുകൊണ്ട് ആ ടെസ്റ്റ് ഡോസ് നടത്തിയെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ മതമൗലികവാദി ശക്തികളുടെ പിൻബലത്തോടെ കേരളത്തിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കപ്പെടാൻ പോകുന്നു. അത് LDF ആയാലും UDF ആയാലും. അതിനു മുമ്പ് ഈ 5 വർഷത്തേക്കുള്ള ഒരു അജണ്ട ഒരു സെറ്റ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് കാര്യങ്ങൾ തോന്നുന്നത്. അബദ്ധം എന്ന് പറയുന്നത് ഒരാൾക്ക് സംഭവിക്കുന്ന അബദ്ധമാണ്. ധനുഷ് പറഞ്ഞതുപോലെ 6 പേർക്ക് ഇന്നും 2-3 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 പേർക്ക് ഒരുപോലെ അബദ്ധം സംഭവിക്കില്ലല്ലോ. അതായത് ഈ ടെസ്റ്റ് ഡോസ് ആണ്. ഇത് ആദ്യത്തെ സംഭവമല്ല ടെസ്റ്റ് ഡോസ്. മുമ്പ് നമ്മുടെ ക്യാമ്പസുകളിലും വനിതാ ഹോസ്റ്റലിലുമൊക്കെ ഈ കൂടെയുള്ള ചില മുസ്ലിം പെൺകുട്ടികൾ മറ്റ് ക്രിസ്ത്യൻസും ഹിന്ദുക്കളുമായ കുട്ടികളെ പർദ്ദ ഇടാൻ നിർബന്ധിക്കാറ്. എന്നിട്ട് പറയും, പർദ്ദ ഇട്ടാൽ നിങ്ങൾ കൂടുതൽ സുന്ദരിയാണ്, പർദ്ദ ഇട്ടിട്ട് ഫോട്ടോ എടുക്കും എന്ന് പറയും.
പർദ്ദ നിങ്ങൾ പെർമനന്റ് ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കും. അപ്പൊ ഇവർ പർദ്ദയും കൊണ്ടാണ് വരുന്നത്, പർദ്ദ ഇടിക്കുന്ന ഫോട്ടോ. പിന്നീട് ഇത് വ്യാപകമായി തന്നെ ഉത്തരേന്ത്യയിൽ പലയിടത്തും പെൺകുട്ടികളെ നിർബന്ധമായി പർദ്ദ ഇടിക്കുന്ന ഒരു ഇത് വന്നു. അന്നേരം നമുക്ക് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ പർദ്ദ ഇട്ടുള്ള ഫോട്ടോ. നമുക്കതിനകത്ത് പ്രത്യേകിച്ച് നീരസം, നമ്മളെ ഹിന്ദുവിലായാലും ക്രിസ്ത്യൻസിലായാലും വേഷവിധാനങ്ങൾ ഇന്നത് വേണം നിർബന്ധമൊന്നുമില്ല. വൃത്തിക്ക് നടക്കണം, നഗ്നത കാണിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നിർബന്ധം. അതല്ലാത്ത നഗ്നത മറച്ചിട്ടുള്ള എന്തും നമ്മൾ അംഗീകരിക്കുന്നവരാണ്. അപ്പൊ പർദ്ദ ഇട്ട് ഫോട്ടോ എടുത്താലും നമ്മൾ ലൈക്ക് കൊടുക്കും, കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയും. ഇനി ചട്ടയം കൊണ്ട് കൊടുത്തിട്ടാണെങ്കിലും പറയും കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ പർദ്ദ വലിയ രീതിയിൽ തന്നെ ഒരു ജിഹാദി പോലെ, അതായത് ഒരു വലിയ പ്രചാരണം നൽകിക്കൊണ്ട് ഒരു ഇസ്ലാമിന്റെ രൂപം ഇല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിബിംബം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അതായത് ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ, ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങളെ തകർക്കണമെങ്കിൽ അവന്റെ വിശ്വാസവും സംസ്കാരവും തകർത്താൽ മാത്രമേ അവനെ തകർക്കാൻ കഴിയൂ. അല്ല നിർബന്ധിതമായ ഒരാളെ പിടിച്ചുകൊണ്ടൊന്നും മതം മാറ്റിയതുകൊണ്ട് മാറില്ല. പകരം സംസ്കാരം തകർന്നു കഴിഞ്ഞാൽ തീരും. അപ്പൊ സംസ്കാരം തകർക്കാനുള്ള ശ്രമമാണ്. ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഇത് തീർത്തത്. പക്ഷെ മുഗളന്മാർ കുറച്ചുകൂടി വെറൈറ്റി ആയുള്ള വഴിയാണ് നോക്കിയത്. അവർ ഈ ക്ഷേത്രങ്ങൾ ഇടിച്ചു തകർത്തു, ഹിന്ദുക്കളെയും മറ്റും കൊന്നൊടുക്കി, അങ്ങനെ അവരുടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാന്ന് വെച്ചു. പക്ഷെ നടന്നില്ല. ബ്രിട്ടീഷുകാർ ഇത് ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റാൻ വേണ്ടി പലതും ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദു വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കഥ മെനഞ്ഞു വിട്ടു. അതിന്റെ പുതിയ വേർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ലോകത്തെ മുഴുവൻ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ മക്ഡൊണാൾഡ്, KFC തുടങ്ങിയവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? അമേരിക്ക എന്നൊരു ചിന്ത വരില്ലേ? അമേരിക്കൻ ഫുഡാണ് ഇതെന്ന്. അതേപോലെ അറബി ഫുഡിന് വലിയ പ്രചാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലുടനീളം അറബി ഫുഡുകളുടെ വലിയ കേന്ദ്രം തുടങ്ങി. കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും തുടങ്ങി. ഹിന്ദുക്കൾ പൊതുവെ ഇത്തരം കാര്യങ്ങൾ കിഴിഞ്ഞ് ചിന്തിക്കാറില്ല. അവരത് കഴിക്കും, ടേസ്റ്റ് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ. അതായത് ബിരിയാണി ഉണ്ടാക്കാൻ ഹിന്ദുക്കൾക്കും കഴിയുന്നതാണ്. പക്ഷെ അതിനകത്ത് ഞങ്ങളാണ് സൂപ്പർ, ഞങ്ങളുടെ. അപ്പം ഈ പൊറോട്ടയും ബീഫും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുറെ ആക്ടിവിസ്റ്റുകളും ആരൊക്കെ എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ് പൊറോട്ടയും ബീഫും എന്ന് പറയുമ്പോഴത്തേന് ഈ പൊറോട്ടയ്ക്ക് ഉണ്ടാകുന്ന ഒരു മതഛായയുണ്ട്, ബീഫിനും ഉണ്ടാകുന്ന ഒരു മതഛായയുണ്ട്. ആ മതഛായയെ കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പർദ്ദയുടെ കാര്യം കഴിഞ്ഞു. അടുത്തത് വന്ന് താടിയാണ്. അതായത് മീശ കളഞ്ഞിട്ട് താടി മാത്രം വളർത്തുന്ന ഒരു സ്റ്റൈല്. ഇത് ഹിന്ദിയിൽ അമീർ ഖാൻ ഉൾപ്പെടെയുള്ള നടന്മാർ ഇത് സിനിമയിൽ കൊണ്ടുവന്നു. കേരളത്തിലും പല നടന്മാരും ഇത് സിനിമയിൽ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ സിനിമയിലൂടെ ഇത് ഒളിച്ചു കിടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം വലിയ രീതിയിൽ നടന്നു. ഇനി മറ്റൊന്ന്, ഒരു മുസ്ലിം യുവാവ് ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മലയാളത്തിലെ അനവധി സിനിമകൾ വന്നു. അത്തരം പ്രൊപ്പഗൻഡ സിനിമകൾ അനവധി വന്നു. അതായത് ഇത്തരം കാര്യങ്ങളെ വെള്ളപൂശുന്നു. അതായത് നിസ്കരിച്ചാൽ മാത്രമേ ഗുണം കിട്ടൂ, മറ്റേതിനൊന്നും ഗുണമില്ലാന്ന രീതിയിലുള്ള അനവധി സിനിമകൾ വന്നു. പിന്നീട് സിനിമകളുടെ അജണ്ട തിരിച്ചറിഞ്ഞതോടുകൂടി അത്തരം സിനിമകൾ നിന്നുപോയി. അത് കഴിഞ്ഞ് ഈ മീശയില്ലാത്ത താടി, അങ്ങനെ ഇനി ഇസ്ലാമിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മീശയില്ലാത്ത താടി എന്നുള്ള സിസ്റ്റം നമ്മളങ്ങനെ കണ്ടിട്ടില്ല. കാരണം അറബികളൊക്കെ മീശ താടിയും വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇനി അങ്ങനെ സിസ്റ്റം ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഈ അറബി ഫുഡുകൾക്ക് ഒരു വലിയ പ്രചാരം കൊടുക്കുന്നു. പിന്നീട് അവരിപ്പോൾ നടത്തിയിരിക്കുന്ന ടെസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചർച്ച വേറൊരു വഴിക്കും പോകുന്നുണ്ട്. ധനുഷ്, ശ്രീരാമൻ മാംസഭക്ഷണം കഴിച്ചിരുന്നിട്ടുണ്ടാകാം, കൃഷ്ണൻ മാംസം കഴിച്ചിരുന്നിട്ടുണ്ടാകാം. പക്ഷെ ഹിന്ദു കൃഷ്ണനെ പൂജിക്കുന്നതും കാണുന്നതും പരിഭാവനവും ഇത് ആചാരമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്. ശ്രീരാമൻ ഇത് കഴിക്കുമ്പോഴും ആചാരാനുഷ്ഠാനങ്ങൾ ഉറച്ചു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആചാരം വേറെ. ഇപ്പം ഞാൻ ഇറച്ചി കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനൊരു ക്ഷേത്രത്തിന് മുമ്പ് ഇറച്ചി കഴിച്ചോണ്ട് പോവോ? ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന ആളാണ്. അടിച്ചോണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവോ? ഇല്ല. അപ്പൊ ആചാരം വേറെ, ഇത് വേറെ. അപ്പൊ നമ്മൾ കാണുന്ന പരിഭാവനവും പവിത്രവുമായ സ്ഥലം നമ്മുടെ ഭഗവാനെ ചീത്ത വിളിക്കാറുണ്ടോ? ഇല്ല. എന്നാ ഭഗവാൻ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ധർമ്മമാണോ അദ്ദേഹം യുദ്ധത്തിൽ ചെയ്തത്, ഞാനും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. ഇനി ഇതേപോലെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഒരു അധ്യാപകൻ ഒരു പേര് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ചോദ്യപേപ്പറിൽ ഒരു പേര് മാത്രം ഉണ്ടായിരുന്നു. ആ പേര് സൂചിപ്പിച്ചതിന്റെ പുറത്ത് കൈ നഷ്ടപ്പെട്ട അധ്യാപകനുള്ള നാടാണ് ഈ പ്രബുദ്ധ കേരളം. അന്ന് ഇവരാരും മിണ്ടിയില്ല. ഇപ്പൊ അവരെ ന്യായീകരിച്ചുകൊണ്ട് വരരുത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോ 2 തരം ഹിന്ദുക്കളാണുള്ളത്. മുമ്പ് അനവധി ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ജാതി അടിസ്ഥാനത്തിൽ. ഇപ്പൊ അങ്ങനെയില്ല, 2 തരവേ ഉള്ളൂ. വായിൽ കമ്പിട്ട് കുത്തിയാലും മിണ്ടാത്ത ഹിന്ദുവിനെ മതേതര ഹിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രതികരിക്കുന്ന ഹിന്ദുവിന്റെ ഒറ്റപ്പേരാണ് സംഘി. ഏത് ഹിന്ദു പ്രതികരിച്ചാലും അവൻ സംഘിയാണ്. ഇപ്പൊ 2 ഹിന്ദുക്കളാണ് ഈ രാജ്യത്തുള്ളത്. ഒന്ന് മതേതര, അത് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. ഈ മതേതര ഹിന്ദു ഏറ്റവും കൂടുതൽ ഉള്ളത്. വായി കോലിട്ട് കുത്തിയാലും മിണ്ടില്ല. അതാണ് മിണ്ടാതിരിക്കുന്ന ഹിന്ദു മതേതര ഹിന്ദു, മിണ്ടുന്ന ഹിന്ദു, പ്രതികരിക്കുന്ന ഹിന്ദു സംഘിയുമാകും. അവൻ ജീവിതത്തിൽ സംഘത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ BJP ഒന്നും അറിയത്തില്ല. പക്ഷെ പ്രതികരിച്ചു പോയാൽ ഒന്നും വേണ്ട, അമ്പലത്തിന് മുമ്പിൽ കിടക്കുന്ന ചെരുപ്പൊന്നും എടുത്ത് മാറ്റിയിടാവോ എന്ന് പറഞ്ഞാൽ ഓ നീ സംഘിയാണല്ലേ എന്ന് ചോദിക്കുന്നത്. അതായത് പ്രതികരണ ശേഷിയുള്ളവനെ ഹിന്ദുവിനെ സംഘി എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഇതാണ് ഇപ്പോഴത്തേത്. പക്ഷെ ഈ വിവാദം നീട്ടിക്കൊണ്ടു പോകുന്നത് ആർക്കും അത്ര ആശ്വാസകരമായ കാര്യമല്ല. വിവാദം നിർത്തേണ്ടത് തന്നെയാണ്. പക്ഷെ തെറ്റെന്ന് പറയണം, അതിനെ വെളുപ്പിക്കാൻ നിൽക്കരുത്. അതാരെ ഉസ്താദായാലും മൗലവി ആയാലും ആരായാലും വെളുപ്പിക്കാൻ നിൽക്കരുത്. ഉള്ളത് പോലെ തന്നെ പറയണം. ഇത് നേരെ മറിച്ച് സൽമാൻ റുഷ്ദി
എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഒരു കഥയിലാണത് പറഞ്ഞത് അല്ലേ? എന്നാൽ ഇവിടെ മീശ എഴുതിയവൻ ഇപ്പോഴും മീശ വിരിച്ച് നടക്കുന്നില്ലേ? ഏതെങ്കിലും ഹിന്ദു കൈവച്ചിട്ടുണ്ടോ? ഇനി അല്ലേ, അങ്ങനെ ലജ്ജ എഴുതിയത്, ലജ്ജ എന്തായിരുന്നു കഥയുടെ ഇതിവൃത്തം തസ്ലീമ നസീറിന്റെ? അതിനകത്ത് ബംഗ്ലാദേശിലുള്ള ഒരു ഹിന്ദു കുടുംബം, മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കുന്ന ഒരു ഹിന്ദു കുടുംബം അനുഭവിക്കുന്ന തിക്ത ഫലങ്ങളാണ് അതിലുള്ളത്. അത് ചില മുസ്ലിം പണ്ഡിതന്മാരുടെ ചില ചെയ്തികളും കാര്യങ്ങളൊക്കെ ആ നോവൽ പ്രതിപാദിക്കുന്നുണ്ട്. അവര് പലായനം ചെയ്ത് നാടോട്ടേക്ക് ഓടി നടക്കേണ്ടി വന്നില്ലേ? അവർ കൊൽക്കത്തയെ കുറച്ചുകൂടെ താമസിച്ചു മുതൽ 2007 കൊൽക്കത്ത വലിയൊരു കലാപം നടന്നു ഈ വെസ്റ്റ് ബംഗാളിൽ. അപ്പൊ ഇതൊക്കെ നടന്നിട്ടുള്ള ഒരു ഇടമാണിത്. അപ്പൊ ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും. ഇതിനു മുമ്പും ഉണ്ടായിരുന്ന പക്ഷേ ചെരുപ്പില് ഈ ഗണപതിയുടെ ചിത്രം പ്രിന്റ് ചെയ്ത ചെരുപ്പ്, ശിവന്റെ ചിത്രം പ്രിന്റ് ചെയ്ത ചെരുപ്പ്, അവസാനം ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ചെരുപ്പ് കമ്പനി ചെരുപ്പ് പിൻവലിച്ചിട്ട് പിന്നെ ഇറക്കിയതാണ് അതിലും വലിയ കോമഡി. ഗാന്ധിജിയുടെ പടമുള്ള ചെരുപ്പ് എങ്ങനെയുണ്ട്? അമേരിക്കക്കാരൻ അവന്റെ പതാക കൊണ്ട് ട്രൗസർ തയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ആ സിസ്റ്റം ഇല്ല. ഇന്ത്യയിൽ ദേശീയ പതാക കൊണ്ട് ട്രൗസർ അടിച്ചാൽ അവൻ അകത്ത് പോകും. രാജ്യവിരുദ്ധതയാണത്. അമേരിക്കയിൽ അത് ചെയ്യുമായിരിക്കും, പക്ഷെ ഇവിടെ അത് ചെയ്യില്ല. ഇവിടെ അതുവരെ അത് ഇറക്കി നോക്കുകയാണ്, ഏറ്റാലേറ്റു. പക്ഷെ ഇത്തവണ വിഷുവിന് പാളിപ്പോയി. മാവേലിയെ ഇതുപോലെ അവഹേളിക്കാറുണ്ട്, സാന്താക്ലോസിനെ അവഹേളിക്കാറുണ്ട്. അവഹേളിക്കുന്നതാണ് കാരണം മാവേലി നമ്മളെ സംബന്ധിച്ച് ദൈവമല്ല, ഈ രാജ്യം ഈ നാട് ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ കാണുന്നത്. ആയിക്കോട്ടെ, കുടവയറുള്ള മാവേലിയുണ്ട്, ജിമ്മുള്ള മാവേലിയുണ്ട്, പിന്നെ ബ്രാൻഡിക്കടയുടെ വരെ പരസ്യമായിട്ട് ഓണത്തിന് മാവേലി നിൽക്കുന്നുണ്ട്, കൈക്കുപ്പിയും ഇതൊക്കെ പിടിച്ചിട്ട് ബാറ് കമ്പനിക്കാർ ചെയ്യാറുണ്ട്. സാന്താക്ലോസിന് ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഓക്കെ, അതൊരു എന്ന് കരുതി ജീസസിനെ ചെയ്യാൻ പറ്റുമോ? എന്ന് കരുതിയിട്ട് മറ്റാരെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പം അങ്ങനെയല്ല, തെറ്റിനെ തെറ്റെന്ന് പറയണം, അതിനെ മെഴുകാൻ നിൽക്കരുത്, ന്യായീകരിക്കാൻ നിൽക്കരുത്. കാരണം അത് ന്യായീകരിക്കുന്ന തെറ്റ്. അങ്ങനെ ന്യായീകരിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വേറൊരാൾ ഇത് ചെയ്യുമ്പോൾ നമ്മളപ്പോ ഇന്നത്തേത് അബദ്ധം, ഓക്കെ ശരി നമുക്കത് വിടാം. നാളെ വേറൊരു അബദ്ധം ചെയ്യും, അത് മറ്റൊരു അബദ്ധം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ടെസ്റ്റ് ഡോസ് ആണ്. വിജയിച്ചാൽ ഇത് സ്ഥിരമാക്കുക, ഹിന്ദു ദൈവങ്ങളെ സംസ്കാരത്തെ അപമാനിക്കുക, അതിലേക്ക് ചർച്ച വഴിതിരിച്ചു വിടുക. ഇത് ആ ഒരു കാലം കേരളത്തിൽ പോയിരിക്കുന്നു. ഒരുപക്ഷെ അവർ പ്രതികരിക്കില്ലായിരിക്കാം, ചിലപ്പോൾ വോട്ടും BJPക്ക് ചെയ്യില്ലായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും. അത് സോഷ്യൽ മീഡിയ എടുത്താൽ മനസ്സിലാകും. നമ്മൾക്ക് ജന്മത്തിൽ പോലും നമ്മൾ ഇവരൊക്കെ ഇത്തരം ഹിന്ദുത്വ ബോധമുള്ളവരാണോ എന്ന് കരുതാത്ത ഒരുപാട് പേര്, അതും പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ കയറുന്നത്. ആ യൂത്തൊക്കെ എത്രമാത്രം ഇതിനകത്ത് പ്രതികരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ആലോചിച്ച് നോക്കൂ ആ സാധനം. അപ്പം നമ്മുടെ തന്നെ പൈസ വാങ്ങുന്നു. ഈ മന്തിക്കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഹിന്ദുക്കൾ തന്നെയാണ്. അത് വളരെ സ്പഷ്ടമായ കാര്യമാണ്, അല്ലാതെ വേറെ ആരും പോകുന്നില്ല. നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ ദൈവത്തെ തന്നെ അവഹേളിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഹിന്ദുക്കൾ, അതായത് വായി കോലിട്ട് കുത്തിയാലും മിണ്ടാത്ത മതേതര ഹിന്ദുക്കൾ വീണ്ടും അവിടെ പോകുമായിരിക്കും. പ്രതികരിക്കുന്ന ഹിന്ദുക്കൾ, അതായത് സംഘികൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ, അത് സംഘികളൊന്നും അല്ല അവര്, ആ ഹിന്ദുക്കൾ പോകാതിരിക്കുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ പൈസ മേടിച്ച് നമ്മുടെ ദൈവത്തെ തന്നെ അപമാനിക്കുന്നതിന് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഈ ഹിന്ദു പ്രൊഫൈലുകളിൽ വന്നിട്ട് മെഴുകുന്നവർക്ക്? കുറഞ്ഞ പക്ഷെ അവൻ ഹിന്ദു അല്ലാതിരിക്കണം. അവന്റെ മതേതരത്വമാണെങ്കിൽ അവൻ ചുരുട്ടിക്കൂട്ടി അവന്റെ കൈ വെക്കണം. കാരണം ഈ മതേതരത്വം ഈ നാട്ടിൽ നടക്കില്ല. ഇത് വൺ വേ ട്രാഫിക് ആണ്. കാരണം ഉദാഹരണങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഈ കൈവെട്ടിയ കേസ് ഉദാഹരണമാണ്. എത്ര കേസുണ്ട് ഒരു പേര് പരാമർശിച്ചു കഴിഞ്ഞ പ്രശ്നം. ഇത് ഈ പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചു എന്ന് പറഞ്ഞ് എന്താണ് ബോം ടാർബൈൻ എന്നായിരുന്നു ഈ ഡാനിഷ് പത്രത്തിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു. ബോം ടാർബൈൻ വന്നിട്ട് ഫേമസ് കാർട്ടൂൺ, ഒരാളല്ലാതെ വരച്ചത്, 5-6 പേര് ചേർന്ന് വരച്ചതാണ്. അവസാനം എന്തായി? വലിയ കലാപം വന്നില്ല. ആ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യൂറോപ്യൻസും ഈ പറയുന്ന ജിഹാദികളും തമ്മിലുള്ള സ്പ്ലിറ്റ് തുടങ്ങുന്നതിന്റെ ഒരു ഇൻസിഡന്റ് അതാ. ഈ യൂറോപ്പിൽ ഇവർ തമ്മിൽ അകച്ചു തുടങ്ങുന്ന ഒരു കാര്യം. അല്ല, അതിന്റെ എന്താ പറയാ, പക്ഷെ അതങ്ങനെയല്ല. ഡാനിഷ് പത്രമാണ് ഇത് കൊണ്ടിരുന്നത് ആദ്യം. ഡാനിഷ് പത്രം വന്ന് ഇവന്മാരി പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് പുനഃപ്രസിദ്ധീകരിച്ചു. ഈ ചിത്രം, ഈ കാർട്ടൂൺ പുനഃപ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് ഇത് ഭയങ്കര വൈര്യമായി ഭയങ്കര അടിയും ബഹളമൊക്കെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ ഒരു കാര്യം പോലും അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല, മറ്റുള്ളവർ ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുകയും പിന്നെ പറ്റുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരുകയും ചെയ്യണമെന്ന് പറയുന്നതിന്റെ ന്യായം ഈ രാജ്യത്തെ വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടുതൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയുള്ളൂ. അത് നിങ്ങൾ ആരെ അധികാരത്തിൽ ഏറ്റിയാലും, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കയറ്റിയാലും ഇനി പിന്നെ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ കയറ്റിക്കഴിഞ്ഞത് എല്ലാം ഈക്വൽ തന്നെയാണ്. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു സൈഡിൽ മാത്രമല്ലല്ലോ പ്രതികരണവും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ഇതിന് മെഴുകാൻ നിൽക്കരുത്, പണി നിർത്തിക്കൂ, അതായിരിക്കും നല്ലത്. കാരണം മെഴുകി ജയിക്കാൻ ഈ കാര്യത്തിൽ ഇവർക്ക് പറ്റില്ല.